നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കയറി വാ ഇന്ദ്രേട്ടാ, അച്ഛൻ മുറിയിലുണ്ട്. ഇന്ന് പുറത്തോട്ട് വന്നതേയില്ല. ഇന്ദ്രേട്ടന് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ, അച്ഛന് വലിയ ആശ്വാസാവും. ഞാൻ ആരെയും ആശ്വസിപ്പിക്കാൻ വന്നൊന്നുമല്ല. നീ മോനെ എടുത്തോണ്ട് പെട്ടെന്ന് ഇറങ്ങ, നമുക്ക് പോവാം. അപ്പൊ ഇന്ദ്രേട്ടൻ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതൊക്കെ അറിഞ്ഞു. സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പൊ അതല്ലേ. അതുകൊണ്ടാ രാവിലെ തന്നെ വന്നത്. നീ ഇനി ഇവിടെ നിന്നാൽ എനിക്കും എന്റെ കുടുംബത്തിനും കൂടി മാനക്കേടാ. ഇന്ദ്രേട്ടാ, കൂടുതൽ ഒച്ച വെക്കണ്ട. വിഷുവിന്റെ തറവാട്ടിൽ പോണെന്ന് പറഞ്ഞു, കൊണ്ടുവിട്ടു. കൂടെ വരാൻ പറഞ്ഞാ വന്നാ മതി. കൽപ്പനയാണോ? ആണെങ്കി ഇതെന്റെ വീടാ. ഇവിടെ ഞാൻ നിങ്ങളുടെ ആജ്ഞ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിൽക്കാൻ വെച്ച വീടല്ലേ. നീ എത്ര കാലം ഇവിടെ നിൽക്കും? മര്യാദയ്ക്ക് മോനെ കൊണ്ട് ഇപ്പൊ ഇറങ്ങിയ എന്റെ കൂടെ വരാം. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാരുടെ ഇന്റർവ്യൂവിൽ നീയും നാറും. നാറട്ടെ. അങ്ങനെയുള്ള മീഡിയക്കാരെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതല്ലേ? നാളെ എനിക്കും എന്തെങ്കിലും ആവശ്യം വന്നാലോ? അന്ന് പോയ ശേഷം വീണ്ടും ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളോടൊക്കെ മനസ്സലിവ് തോന്നി സമാധാനിപ്പിക്കാൻ വന്നതായിരിക്കും എന്നാ. പിന്നെ സമാധാനിപ്പിക്കാൻ പറ്റിയ കേസാണല്ലോ ഇത്. ഈ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. ഇന്ദ്രേട്ടൻ ഇത് അത്ര വലിയ മാനക്കേടാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല വഴി എന്നെ അങ്ങ് ഒഴിവാക്കുന്നതല്ലേ? എനിക്ക് നിന്നെ ഒഴിവാക്കാൻ ഒരു മടിയുമില്ല. പക്ഷേ എന്റെ മോനെ എനിക്ക് വേണം. അവനത് ഇപ്പൊ തന്ന ആ നിമിഷം നമുക്ക് പിരിയാം. അതെങ്ങനെ നടക്കും? മക്കള് പ്രായപൂർത്തിയാകുന്നവരെ അവര് വളരേണ്ടത് അവരുടെ അമ്മയുടെ കൂടെയാ. നിങ്ങളുടെ കാഴ്ചപ്പാടിലും അമ്മയാണല്ലോ കൺകണ്ട ദൈവം. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ തുണയാവുന്ന പോലെ എനിക്ക് തുണയാവാൻ എന്റെ മകൻ വേണം. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ മകൻ അമ്മയെ മാത്രമേ സ്നേഹിക്കാവൂന്ന് പഠിപ്പിക്കില്ല. അവൻ അച്ഛനെ സ്നേഹിക്കും, എല്ലാവരെയും സ്നേഹിക്കും. മതി, നിർത്ത്. നീ ഇപ്പോഴും എന്റെ അമ്മയെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കുറ്റം ഉള്ളതുകൊണ്ടാ ഇന്ദ്രേട്ടാ. അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവാതുള്ളൂ. മനസ്സിലാവൂ, അധികം താമസിയാതെ തന്നെ. അന്ന് നിങ്ങൾ അനുപമയെ അന്വേഷിച്ചു വരും. അന്ന് വന്നാ മതി. ഇനി നിങ്ങൾ എന്റെ മുന്നിൽ. ചേച്ചി, മോളെ മോളെ കരയല്ലേ ചേച്ചി? കരയല്ലേ ചേച്ചി? കരയല്ലേ ചേച്ചി? കരയല്ലേ ചേച്ചി? ചേച്ചി ഒന്ന് സമാധാനിക്കേ. ചേട്ടാ വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചു.
നമസ്കാരം. വീടിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വന്നതായിരിക്കും. അല്ല, 10 ദിവസത്തിനുള്ളിൽ 1.25 കോടി രൂപക്ക് പഞ്ചരത്നങ്ങൾ വാങ്ങിച്ചോളാന്ന് സുശീലാന്റി പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ, അങ്ങനെ അങ്ങ് പോവാതെ എന്തായാലും നീ നിന്റെ അമ്മയെ കൊള്ളാൻട്രാ. ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? എനിക്ക് എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു അവകാശവും വേണ്ട, അവരെന്താ വെച്ചാ ചെയ്തോട്ടെ എന്ന്. ശരിയല്ലേ? എന്നെ മണ്ടനാക്കി ഈ വീട് മൊത്തത്തിൽ അങ്ങ് തൂക്കാനായിരുന്നു അമ്മയുടെ മോന്റെ പ്ലാന് അല്ലേ? എടാ വിനയ, നീ അനാവശ്യം പറയാതെ വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറ്. ഞാൻ പറയുന്നത് അനാവശ്യം, നീ നിന്റെ അമ്മയും ചെയ്യുന്നതോ? ഈ ഭാര്യ വീട് വാങ്ങാനുള്ള 1.25 കോടി രൂപയൊന്നും നിന്റെ കയ്യിൽ കാണില്ല എന്ന് എനിക്കറിയാം. വല്ലവരെയും കൊണ്ട് കച്ചവടം നടത്തി കമ്മീഷൻ വാങ്ങിക്കാനാണെങ്കിൽ ഉടനെ വേണം. ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് നീയും നിന്റെ അമ്മയെ കേൾക്കേണ്ടി വരും കേട്ടാ. ഡാ, ചിലക്കാതെ മാറി നിൽക്കണം അങ്ങോട്ട്. എടാ, ഈ വീട് വിറ്റിട്ട് ഇതിന്റെ എന്തെങ്കിലും നക്കാപ്പിച്ച് നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നൂറ്റാണ്ടിലെ നടക്കാൻ പോകുന്നില്ല. ഈ വീടിനെ ഇപ്പൊ വേറൊരു പേരാ, സുശീല മനസ്സിൽ എന്നായിരിക്കും അല്ലേ? ചിലപ്പോ ആയിരിക്കും. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതിന് നിനക്കെന്താടാ, മാറാ. അത് നീ പറഞ്ഞ കറക്റ്റാ. ഈ വീടിനെ അറിയപ്പെടാൻ പോകുന്നത് അനന്തം മാഷുടെ വീടായിട്ടല്ല, ഇളയമോളുടെ പേരിലായിരിക്കും. മഞ്ചാടി ചേച്ചി, വൈറലാണല്ലോ, വൈറൽ. സുശീല മനസ്സിൽ സുശീല മനസ്സിൽ ഓ ഓ ആരെയും പുറത്തൊന്നും കാണുന്നില്ലല്ലോ. ഓ, നാണക്കേട് കൊണ്ട് ഒടിച്ചിരിക്കുമായിരിക്കും. ആ, നീ എവിടെ ഉണ്ടായിരുന്ന? അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് വന്നതാ ഞാൻ. നിന്നെയും മക്കളെയും എത്രയും വേഗം അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക അവർ. ഇനി ഈ വീട് വിൽക്കാനും കാശ് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ പേരുദോഷം ഉണ്ടാക്കാൻ നീയും മക്കൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാടി? പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, ഓട്ടോ വെയിറ്റ് ചെയ്യാ. ഞാൻ വരുന്നില്ല. ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ല. ആന്നാടി, ഈ വീടിന്റെ ഷെയർ എന്തായാലും ഇപ്പൊ കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാടി ഈ വീട്ടിലുണ്ടായ മാനക്കേടിന്റെ പങ്ക് പറ്റാൻ നാണം കെട്ട് നീ ഇവിടെ നിൽക്കുന്നത്? ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഈ വീടിന് ഒരു മാനക്കേടും ഉണ്ടായിട്ടില്ല. നിങ്ങളിൽ ചിലര് പറഞ്ഞുണ്ടാക്കുന്ന മാനക്കേട് മാത്രമേ ഉള്ളൂ. ആഹാ, അപ്പൊ ഇന്നലെ കോവളത്തെ ഒരു ലോഡ്ജിൽ വെച്ച് നിന്റെ അനിയത്തിയെ ഒരുത്ത പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വാർത്ത വന്നതോ? അത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ്. മര്യാദക്ക് എന്റെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് ഇറങ്ങിക്കോ. അതും 2 പെൺകുട്ടികളാ. ഈ പാരമ്പര്യത്തിൽ അവർ വളർന്ന നാളെ ഇതുപോലെ അവരും പേരുദോഷം കേൾപ്പിക്കും. ദേവിനയ, സൂക്ഷിച്ചു സംസാരിക്കണം. സ്വന്തം മക്കള് പെൺകുഞ്ഞുങ്ങളായി പോയതിന്റെ പേരില് തിരിഞ്ഞു നോക്കാതിരുന്നവനാ ഇപ്പൊ ഇവിടെ വന്ന് പാരമ്പര്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈശ്വര, ആനന്ദമാഷിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പോലുള്ളവൻ ഈ കുടുംബത്തിലെ കാലെടുത്ത് വെച്ചതിന്റെ. ഓഹോ, ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ കാലിൻ്റെതായ. കൊള്ളാം. ഞാൻ വലിയ ഹരിചന്ദ്രനാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. അതുപോലെ നിങ്ങളുടെ അനിയത്തിയും വലിയ ശീലാവതിയൊന്നും ആയിരുന്നില്ലല്ലോ. ദേ,
ഇനി ഒരു അക്ഷരം ഇവിടെ നിന്ന് സംസാരിച്ച ചൂലെടുക്കും ഞാൻ. ചൂലെടുക്കാൻ നീ എന്താടി ഇവിടെ അടിച്ചു വരാൻ പോകുന്നു? വിനയ, അച്ഛൻ മുറിയിലുണ്ട്. അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നിരിക്കുക മനുഷ്യൻ. അതിന്റെ കൂടെ ഇങ്ങനെയുള്ള അപവാദങ്ങൾ കൂടി വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ അച്ഛനെ വിനയം കൊല്ലരുത് പ്ലീസ്. ഞാൻ ആരെയും കൊല്ലാനും തിന്നാനും ഒന്നും വന്നതല്ല. എന്റെ ഭാര്യ മക്കളെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാ. അവരെന്റെ കൂടെ വരാൻ തയ്യാറായ ഞാൻ ഒന്നും മിണ്ടാതെ അവരെയും കൊണ്ടങ്ങ് പൊക്കോളാം. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. ഇപ്പൊ ഞങ്ങള് മക്കളെല്ലാവരും ഞങ്ങളുടെ അച്ഛന്റെ ഒപ്പം നിൽക്കേണ്ട സമയം. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വരുന്ന പ്രശ്നമില്ല. എടി, നീ വിചാരിക്കുന്ന പോലെ അച്ഛൻ വിചാരിക്കുന്നില്ലെങ്കിലോ? മകൾ അച്ഛന് കൂട്ടിരിക്കണോ അതോ ഭർത്താവിന്റെ കൂടെ പോകണോന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഞാൻ ഏതായാലും അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട, നിങ്ങൾ ഇപ്പൊ അച്ഛനെ കാണണ്ട. അച്ഛന് നിങ്ങളോട് സംസാരിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. ഞാൻ അതിന് മഞ്ചാടിക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല ചിരു.